إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നൽകുന്ന മഹത്തരമായ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് അവന്റെ ജീവിതകാലത്ത് ധാരാളം നന്മകൾ ചെയ്യാൻ അവസരം നൽകുകയും പിന്നീട് മരണശേഷവും അവന്റെ ബർസഖി ഖബർ ജീവിതത്തിലായിരിക്കുന്ന വേളയിൽ പോലും അവൻ ചെയ്തു വെച്ച കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. കാരണം ഖബർ ജീവിതം എന്ന് പറഞ്ഞാൽ അമലുകൾ മുറിഞ്ഞു പോകുന്ന രംഗമാണ്. പ്രതിഫലം മാത്രമാണ് അവിടെ ആസ്വദിക്കാൻ സാധിക്കുന്നത്. എന്നാൽ അല്ലാഹു തൗഫീഖ് നൽകിയ ചില ആളുകൾക്ക് അമലുകൾ മുറിഞ്ഞു പോകുന്ന ഈ വേളയിൽ പോലും അവർ ഭൂമിയിൽ ചെയ്തു വെച്ച ചില പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുറിഞ്ഞു പോകാത്ത നിലയിൽ പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ഏറെ ആവശ്യക്കാരായ നാം ഓരോരുത്തരും ഇത്തരത്തിലുള്ള അമലുകൾ ഏതൊക്കെയാണ് എന്ന് ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ബുദ്ധിമാനായ മുസ്ലിമിന്റെ ലക്ഷണവും അതാണ്. ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്ന അമലുകളെ തിരയുക എന്നുള്ളത് അവന്റെ ബുദ്ധിയുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള ഒരുപാട് അമലുകൾ സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അമലുകൾ അക്ഷരാർത്ഥത്തിൽ എളുപ്പമുള്ള അമലുകളാണ്. എന്നാൽ ബുദ്ധിപൂർവം അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതനുസരിച്ച് അനുധാവനം ചെയ്തുകൊണ്ട് ഒരാൾ ചെയ്തു വെച്ചാൽ അവന് വലിയ പ്രതിഫലം കിട്ടും. എന്നാൽ ഒരുപാട് ആളുകൾക്ക് അതിനുള്ള തൗഫീഖ് ലഭിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ചില ആളുകൾ അവർ ഭൂമിയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വെക്കുക തന്നെ ചെയ്യും. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന മിൻ ബഅദി മൗതിഹി വഹുവ ഫീ ഖബ്രിഹി. 7 കാര്യങ്ങളുണ്ട്. ഒരടിമ മരിച്ച് ഖബറിലായാൽ പോലും ആ 7 കാര്യങ്ങളുടെ പ്രതിഫലം ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഒന്നാമതായി അവിടുന്ന് പറഞ്ഞു, മൻ അല്ലമ ഇൽമൻ. ആരെങ്കിലും ഒരു അറിവ് പഠിപ്പിച്ചു കൊടുത്താൽ ആ അറിവ് മുഖേന ആരൊക്കെയാണോ പ്രവർത്തിക്കുന്നത് അതിന്റെ എല്ലാം പ്രതിഫലം അവന്റെ ഖബറിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഔ ഖറാ നഹറൻ. അല്ലെങ്കിൽ ആളുകൾക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി അവൻ ഒരു പുഴ വെട്ടി അതൊരു തോട് വെട്ടിക്കൊടുത്ത് ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഒരു കാര്യം അവൻ ചെയ്തു. അല്ലെങ്കിൽ ഔ ഹഫറ ബിഅറൻ. ഒരു കിണർ ജനങ്ങൾക്ക് വേണ്ടി കുഴിച്ചു കൊടുത്തു. ഔ ഖറസ നഖ്ലൻ. ഒരു ഈന്തപ്പന വൃക്ഷം അവൻ നട്ടുപിടിപ്പിച്ചു. ഔ ബന മസ്ജിദൻ. അല്ലെങ്കിൽ അവൻ ഒരു മസ്ജിദ് അതുണ്ടാക്കി. ഔ വറസ മുസ്ഹഫൻ. അവൻ ജീവിതകാലത്ത് ഓതിയിട്ടുള്ള മുസ്ഹഫ് അവൻ മറ്റൊരാൾക്ക് അനന്തരമായി നൽകി. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി. അല്ലെങ്കിൽ അവന്റെ മരണശേഷം അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, പാപമോചനം തേടുന്ന ഒരു മകനെ ബാക്കിയാക്കിയിട്ടാണ് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് എങ്കിൽ ആ പ്രതിഫലങ്ങളെല്ലാം തന്നെ അവന്റെ ഖബറിലേക്ക് വന്നെത്തുമെന്നുള്ളതാണ്. മഹാനായ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു ധരിക്കുന്ന ഹദീസിൽ വേറെ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അർബഉ തജ്രി അലൈഹി ഉജൂറഹും ബഅദൽ മൗത്ത്. മരണശേഷം
4 കാര്യങ്ങൾ അതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒന്നാമത് പറഞ്ഞത് റജുലുൻ മാത മുറാബിതൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അതിർത്തിയിൽ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് പൊരുതുന്ന യോദ്ധാവാണ് ഒന്നാമത്തേത്. വറജുലുൻ അല്ലമ ഇൽമൻ ഫഅജ്റുഹു യജ്രി അലൈഹി മാ ഉമില ബിഹി, മറ്റൊരാൾ അവൻ ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ഒരുവനാണ്, അവനെ പഠിപ്പിച്ച ഇൽമ കൊണ്ട് ആളുകൾ അമൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. വറജുലുൻ അജ്റ സദഖൻ ഫഅജ്റുഹാ യജ്രി അലൈഹി മാ ജറത് അലൈഹി, വേറൊരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്തിട്ടുണ്ട്, ആ സദഖയുടെ പ്രതിഫലമാകട്ടെ അവന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വറജുലുൻ തറക വലദൻ സാലിഹൻ യദ്ഉ ലഹു, തനിക്ക് ശേഷം തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ ഒരു മകനെ വെച്ചുപോയ ഒരു പിതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരങ്ങളെ, വ്യത്യസ്തങ്ങളായ ഹദീസുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ, ആദ്യത്തേതിൽ 7 കാര്യങ്ങൾ പറഞ്ഞതെങ്കിൽ പിന്നീട് 4 കാര്യങ്ങൾ പറഞ്ഞു, ചിലത് ആവർത്തി വന്നിട്ടുണ്ട്. മറ്റു ഹദീസുകളും പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഓഹരി, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളില്ലെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കണം. അങ്ങനെ മരിച്ച് ഖബറിലെത്തിയാലും ആ പ്രതിഫലം എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം എന്ന് ചിന്തിക്കേണ്ട ആളുകളാണ് നമ്മൾ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ നിനക്ക് വന്നെത്തുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. ശബാബക ഖബ്ല ഹറമിക്, നിന്റെ യുവത്വം അത് നിനക്ക് വാർദ്ധക്യത്തിലെത്തുന്നതിന് മുമ്പ് നീ ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നീ അത് ഉപയോഗപ്പെടുത്തണം. കാരണം പ്രായമായാൽ ചെറുപ്പക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയില്ല. വസിഹ്ഹതക ഖബ്ല സഖമിക്, അതുപോലെ നിന്റെ ആരോഗ്യം നീ പിന്നീട് രോഗാവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് ആരോഗ്യത്തിന്റെ കാര്യം നീ മുതലെടുക്കണം. വഗിനാക ഖബ്ല ഫഖ്രിക്, നിനക്കിപ്പോൾ അല്ലാഹു നൽകിയിട്ടുള്ള ഐശ്വര്യമുണ്ട്, സമ്പത്തുണ്ട്, നീ പിന്നീട് ദാരിദ്ര്യത്തിൽ എത്തിയേക്കാം. നിനക്ക് സമ്പത്ത് കിട്ടുന്ന സമയത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ചിലവഴിച്ചേക്കണം. വഫറാഗക ഖബ്ല ശുഗ്ലിക്, നിനക്കിപ്പോൾ ഒഴിവുണ്ട്, പിന്നീട് നീ കൂടുതൽ തിരക്കിലായി പോയേക്കാം. ഒഴിവ് സമയം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കണം. വഹയാതക ഖബ്ല മൗതിക്, അതുപോലെ നീ മരണപ്പെടുന്നതിന് മുമ്പ് മാത്രമാണ് അമലുകൾ ചെയ്യാനുള്ള ജീവിതം നിനക്കുള്ളത്. ആ ജീവിതം നീ ഉപയോഗപ്പെടുത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ കേൾക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അതിന്റെ ഓഹരി എടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തഅലീമുൽ ഇൽമാണ്, ഇൽമ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, അമ്പിയാക്കൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യമതായിരുന്നു. ആ നാട്ടുകാർക്ക് അവർക്ക് വേണ്ട അല്ലാഹുവിന്റെ ദീനിൽ നിന്നുള്ള വിജ്ഞാനം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അമ്പിയാക്കളുടെ ദൗത്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിൽ നിന്നും ഒരല്പം ഒരു കുറഞ്ഞൊരാഴ്ത്താണെങ്കിലും ശരി മറ്റൊരാൾക്ക് എത്തിക്കാൻ അവൻ പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അമ്പിയാക്കൾ നടന്നു നീങ്ങിയ പാതയിൽ തന്നെ ആയിരിക്കും അവനുണ്ടായിരിക്കുക. ആ ഇൽമ് അവൻ പറഞ്ഞു കൊടുത്തിട്ട് മറ്റൊരാൾ അത് സ്വീകരിച്ച് അവന്റെ വിശ്വാസത്തിൽ വർധനവുണ്ടായി, അവന്റെ അമലുകളിൽ വർധനവുണ്ടായി, അവൻ പുതിയ കർമ്മങ്ങൾ ചെയ്തു. അങ്ങനെ അവന്റെ ജീവിതകാലത്ത് ഇവൻ പറഞ്ഞു കൊടുത്ത ആയത്ത് കേട്ടിട്ട്, ഹദീസ് കേട്ടിട്ട് മറ്റൊരാൾ അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയാൽ സഹോദരങ്ങളെ, ആ നന്മകൾ ഒട്ടും കുറയാതെ ഈ പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതല്ലെങ്കിൽ തിന്മയുടെ വക്താക്കളായിരുന്ന ആളുകൾക്ക് നീ നന്മ പറഞ്ഞു കൊടുത്ത് ആ ആളുകൾ അതിൽ നിന്നെല്ലാം വിരമിച്ചുകൊണ്ട് നന്മയുടെ പാതയിലെത്തി, ഒരുപാട് നന്മകൾ അവരുടെ ജീവിതത്തിലെത്തി, അവരും മറ്റുള്ള ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുത്താൽ സഹോദരങ്ങളെ, അത് നിലക്കാത്ത ഒരു ചെയിനായിക്കൊണ്ട്, നിലക്കാത്ത ഒരു ചങ്ങലയായിക്കൊണ്ട് അതിന്റെ പ്രതിഫലങ്ങൾ അവൻ പോലും അറിയാതെ അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്നുള്ളതാണ്. നോക്കൂ, ഒരു ആയത്താണ് നീ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ അല്ലമ ആയതൻ മിൻ കിതാബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ആയത്ത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഫലഹു സവാബുഹാ മാ തുലിയത്, അവൻ പാരായണം ചെയ്യുന്നിടത്തോളം കാലം അവൻ അതിന്റെ പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ബല്ലിഗു അന്നി വലൗ ആയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്നിൽ നിന്ന് ഒരായത്താണെങ്കിലും ശരി ഇത് എത്തിച്ചു കൊടുക്കുക. അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് എത്തിച്ചു കൊടുക്കുക. സഹോദരങ്ങളെ, തൗഹീദിനെ കുറിച്ച് അറിയാതെ ശിർക്കിൽ മുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന എത്ര ആളുകളാണ് അവർ ശരിയുടെ പാതയിലാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ക്ഷമയോടുകൂടി ഈ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കുക. കാരണം ആ ശിർക്കിലൂടെ അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ പോകുന്നില്ല.
എന്നാൽ ആ ശിർക്കിൽ നിന്നും അവർ തൗഹീദിലേക്ക് എത്തിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുന്ന വഴിയിലേക്ക് എത്തിയാൽ അവൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു പ്രതിഫലമുണ്ട്. അവന്റെ ഓരോ നന്മകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകുന്നുണ്ട്. നീ ചിന്തിച്ചു നോക്കുക, നീയാണ് ആ തൗഹീദിന് കാരണക്കാരനായിട്ടുണ്ട് എങ്കിൽ അവന് ലഭിക്കുന്ന ഓരോ പ്രതിഫലങ്ങളും ഓരോ ഹസനാത്തുകളും ഒട്ടും കുറഞ്ഞു പോകാതെ ഇതെത്തിച്ചു കൊടുത്ത, പറഞ്ഞുകൊടുത്ത നിനക്ക് ലഭിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അതിൽ ഏറ്റവും വലിയ ഖൈറായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, അതുപോലെ തന്നെയാണ് ആളുകൾ നന്മ നിറഞ്ഞ കാര്യങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് മതിയായതാണ്. നിനക്ക് അറിവ് പഠിപ്പിക്കാൻ അറിയില്ല, പക്ഷെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിന്റെ കയ്യിലുണ്ട്. അതൊരു കാസറ്റായിരിക്കാം, അതൊരു ലഘുലേഖയായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പുകളായിരിക്കാം. ആളുകൾക്ക് നന്മ എത്തിക്കുന്നതിന് വേണ്ടി നീ അത് എത്തിച്ചു കൊടുത്തു, ജനങ്ങളത് മനസ്സിലാക്കി, ആളുകൾ ഹൈറിലേക്ക് വന്നാൽ സഹോദരങ്ങളെ അത് വലിയ ഹൈറായി, വലിയ നന്മയായി നിനക്കുണ്ടായിരിക്കുന്നതാണ്. അവൻ ചെയ്യുന്ന അമലുകളെല്ലാം തന്നെ അവന്റെ കാലശേഷം അവൻ പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, അവന്റെ കാലശേഷം അവൻ പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, ഇതെല്ലാം നിന്റെ ഖബറിലേക്ക് വന്നു ചേരുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നല്ല നല്ല ഇൽമിയായ കാര്യങ്ങൾ അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അത്തരം ആ രൂപത്തിലുള്ള ലഘുലേഖകളും അതുപോലെ നല്ല നന്മകളുമായി അടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമായി ലഭിക്കുന്ന കാര്യമായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, മഹത്തരമായ കാര്യമാണത്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഹദീസുകളിൽ പറഞ്ഞത് ഇസ്റാഉൻ നഹറാണ്. പുഴ വെട്ടിക്കൊണ്ട് ആളുകൾക്ക് വെള്ളം ഉപയോഗിക്കാനുള്ള മാർഗങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലൗ നഹറൻ ഔ ഇസ്റാഹ്, അവൻ വെട്ടിക്കൊടുക്കുന്ന ഒരു പുഴ അത് അവന് ഖബറിലേക്ക് എത്തിക്കുന്നതാണെന്നാണ്. നോക്കൂ, ആളുകൾക്ക് ഒരു നാട്ടിൽ വെള്ളം കുടിക്കാനില്ല, ആ നാട്ടിലേക്ക് നീ ഒരു കനാല് വെട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ വെള്ളം എത്തിക്കൊണ്ട് ആളുകൾ അവിടെ കൃഷി ചെയ്യുന്നു, അതല്ലെങ്കിൽ കുടിക്കാൻ ഉപയോഗിക്കുന്നു. എന്തുമാകട്ടെ സഹോദരങ്ങളെ, ഇതെല്ലാം വലിയ നന്മ കിട്ടുന്ന കാര്യമാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഈ കാലഘട്ടങ്ങളിൽ വെള്ളമെത്താത്ത സ്ഥലങ്ങളിൽ നീ പൈപ്പ് കണക്ഷനുകൾ ഇട്ടുകൊടുത്തുകൊണ്ട് ആളുകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി നീ ഒരുക്കി കൊടുക്കുന്ന സന്ദർഭങ്ങൾ, ഒരുക്കി കൊടുക്കുന്ന ഇത്തരം സൗകര്യങ്ങൾ അത് പെടുമെന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നിനക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ നീ ആളുകൾക്ക് കുടിക്കുന്നതിന് വേണ്ടി റോഡരികിലോ മറ്റോ കൂളറുകൾ സ്ഥാപിക്കുക, അല്ലെങ്കിൽ ജലസംഭരണികൾ നീ ഉണ്ടാക്കി കൊടുക്കുക. സഹോദരങ്ങളെ, ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആളുകൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സ്വതക്കയായി പരിഗണിക്കുന്ന ഒരു മതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇഫ്റാഉക മിൻ ദൽവിക ഫീ ദൽവി അഖീക ലക സദഖ, നിന്റെ വെള്ളപാത്രത്തിൽ നിന്നും നിന്റെ സഹോദരന്റെ വെള്ളപാത്രത്തിലേക്ക് നീ ഒഴിച്ചു കൊടുക്കുന്നത് നിനക്ക് സ്വതക്കയാണ്, നീ ദാനം ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സദഖയെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് സഖിയുൽ മാ, വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അത് പ്രത്യേകിച്ചും വെള്ളം ക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളുണ്ട് എങ്കിൽ, യഥാർത്ഥ രൂപത്തിലുള്ള നല്ല വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് എങ്കിൽ അത്തരക്കാർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. കാരണം വെള്ളം ജീവന്റെ നിലനിൽപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ ജീവിക്കാൻ ഏറെ അത്യാവശ്യമുള്ള കാര്യമാണ് വെള്ളം. അതുകൊണ്ട് ആ കാര്യം എത്തിച്ചു കൊടുക്കുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമായി കണക്കാക്കുന്നത് അതുകൊണ്ടാണെന്ന് സഹോദരങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹഫറ ബിഅറൻ, ഒരു കിണർ കുഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കിണർ സഹോദരങ്ങളെ, നേരത്തെ നാം വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ആ ജലസ്രോതസ് കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു കാര്യമാണ് കിണർ എന്ന് പറയുന്നത്. കാരണം കിണറുകൾ അത് ചിലപ്പോൾ നൂറ്റാണ്ടുകൾ അത് പഴക്കം ചെന്നേക്കും, നൂറ്റാണ്ടുകൾ അത് നിലനിന്നേക്കും. എത്ര കാലം ആ കിണർ ഒരു നാട്ടിലുണ്ടായി, ആ കാലം അത്രയും ആ കിണറിൽ നിന്നും ആളുകൾ വെള്ളം കുടിക്കുന്നു. അത് പക്ഷികളാകട്ടെ, മൃഗങ്ങളാകട്ടെ, മനുഷ്യരാകട്ടെ, ആരാകട്ടെ സഹോദരങ്ങളെ, ആരെല്ലാം അതിൽ നിന്നും ദാഹമകറ്റുന്നു, അതിന്റെ എല്ലാം പ്രതിഫലം ഈ ഒഴിച്ചു കൊടുത്ത ആളുകൾക്കുണ്ടാകുമെന്നുള്ളത് സഹോദരങ്ങളെ അവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരിക്കൽ ഒരു യാത്രാമധ്യേ ഒരു മനുഷ്യൻ, അയാൾക്ക് അങ്ങേയറ്റം ദാഹമുണ്ടായി. ആ ദാഹമുണ്ടായി അയാൾക്ക് അങ്ങേയറ്റം ദാഹമുണ്ടാകുന്ന സമയത്ത് അയാൾ ഒരു കിണർ കാണുകയുണ്ടായി. ആ കിണർ കണ്ടപ്പോൾ ദാഹമകറ്റുന്നതിന് വേണ്ടി അയാൾ കിണറിലേക്ക് ഇറങ്ങുകയാണ്. കിണറിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആ മനുഷ്യൻ വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ച് പുറത്തിറങ്ങിയപ്പോഴതാ ഒരു നായ
അതിങ്ങനെ അതിന്റെ നാവ് പുറത്തേക്ക് ഇട്ടുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. ഈ മനുഷ്യൻ ചിന്തിച്ചു, ഏതൊരു ദാഹമാണോ എന്നെ കുറച്ചു മുമ്പ് അലട്ടിയത്, ആ ദാഹമാണല്ലോ ഈ നായക്കും ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അത് സ്വന്തം ആത്മകഥം ചെയ്ത ഈ മനുഷ്യൻ ഉടനെ തന്നെ വീണ്ടും കിണറിലേക്ക് ഇറങ്ങി തന്റെ ഹുഫയെടുത്തു, വലിയ ഷൂ എടുത്തു. ആ ഷൂയിൽ മുഴുവൻ വെള്ളം നിറച്ചുകൊണ്ട് അത് വാഗൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം കിണറിന്റെ മുകളിലേക്ക് കയറുകയാണ്. അദ്ദേഹം മുകളിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ആ നായക്ക് വെള്ളം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫശക്കറല്ലാഹു ലഹു വഗഫറ ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ ചെറിയ അമലിന് തന്നെ വലിയ പ്രതിഫലം നൽകി, അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞു. ഈ കഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് വ ഇന്ന ലനാ ഫിൽ ബഹായിമിൽ അജ്റ. അല്ലാഹുവിന്റെ റസൂലേ, ഇത്തരം ജന്തുക്കൾക്ക് അതിൽ പോലും നമുക്ക് പ്രതിഫലമുണ്ടോ? മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിൽ പോലും പ്രതിഫലമുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്ർ. അതെ, പച്ചക്കരളുള്ള ഓരോ കാര്യത്തിനും അതിന്റെ വിഷയത്തിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ കഥയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ആ കിണറിൽ നിന്നും വെള്ളം കോരിക്കൊടുത്ത മനുഷ്യന്, ഒരു നായയുടെ ദാഹം മാറ്റിക്കൊടുത്ത മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ട് എങ്കിൽ മുസ്ലിമീങ്ങളുടെ ദാഹം മാറ്റിക്കൊടുക്കുന്ന ആളുകൾക്ക് എന്ത് വലിയ പ്രതിഫലമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. അല്ല, ഈ ദാഹം മാറ്റുന്നതിന് കാരണമായ ഈ കിണർ കുഴിച്ചു കൊടുത്ത മനുഷ്യന് എന്തുമാത്രം പ്രതിഫലങ്ങളായിരിക്കും അവൻ അറിയാതെ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ മനുഷ്യന് ആ കിണറിൽ നിന്നും വെള്ളം കോരാൻ കിണറുണ്ടാക്കി കൊടുത്തതാരായിരുന്നു? ഒരു മനുഷ്യനാണ്, മറ്റൊരാളാണ്. അയാൾക്ക് എന്തുമാത്രമായിരിക്കും പ്രതിഫലം ലഭിക്കുക? കാരണം അയാൾ കുഴിച്ചിട്ടുള്ള ആ കിണറിൽ നിന്നും അയാൾ അറിയാതെ തന്നെ എത്രയോ ജീവികൾ അവരുടെ ദാഹം മാറ്റുന്നുണ്ട്, എത്രയോ മനുഷ്യർ അവരുടെ ദാഹം മാറ്റുന്നുണ്ട്, എത്രയോ ആളുകളുടെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകാൻ ആ വെള്ളം കാരണമായിട്ടുണ്ട്. സഹോദരങ്ങളെ, വെള്ളത്തിന്റെ വില അറിയണമെങ്കിൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് പോയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ വില അറിയാൻ സാധിക്കുകയുള്ളൂ. ദാഹിച്ചാൽ മാത്രമേ നമുക്ക് വെള്ളത്തിന്റെ വില അറിയാൻ സാധിക്കുകയുള്ളൂ. വെള്ളമില്ലാതെ പ്രയാസപ്പെടുമ്പോഴല്ലാതെ ഒരിക്കലും നമുക്ക് വെറുതെ കിട്ടുന്ന ഈ വെള്ളത്തിന് വില അറിയുകയില്ല. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാം വെള്ളം കൊടുക്കുന്ന കാര്യത്തിന് ഇത്ര വലിയ പ്രതിഫലം നിശ്ചയിച്ചത്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ ഹഫറ മാഅൻ, ആരെങ്കിലും ഒരു കിണർ കുഴിച്ചു, ലം യശ്റബ് മിൻഹു കബിദുൻ ഹറ മിൻ ജിന്നിൻ വല ഇൻസിൻ വല സബഇൻ വല ത്വാഇരിൻ ഇല്ല ആജറഹു അല്ലാഹു യൗമൽ ഖിയാമ. ആ കിണറ്റിൽ നിന്നും പച്ചക്കരലുള്ള ജിന്നാകട്ടെ, മനുഷ്യനാകട്ടെ, വന്യമൃഗമാകട്ടെ, പക്ഷിപറവകളാകട്ടെ, എന്തുമാകട്ടെ, അവരുടെ ദാഹം അകറ്റി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവന് പ്രതിഫലം നൽകാതെയില്ല എന്ന് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം എത്തുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്നും ആളുകൾക്ക് നിലനിൽക്കുന്ന വെള്ളത്തിന്റെ സ്രോതസ്സുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതുപോലെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നാലാമത്തെ കാര്യം, ഔ ഗറസ നഖ്ലൻ, ആരെങ്കിലും ഒരു ഈന്തപ്പന വൃക്ഷം നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈന്തപ്പന വൃക്ഷത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഈന്തപ്പന വൃക്ഷത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനിനോട് ഉപമപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മുഅ്മിനിന്റെ എല്ലാ കാര്യങ്ങളും ഉപകാരമുള്ളതുപോലെ തന്നെ ഈന്തപ്പന വൃക്ഷത്തിന്റെ എല്ലാം ഉപകാരമുള്ളതാണ്. അതിന്റെ ഫലമായ ഈത്തപ്പഴമാകട്ടെ, അതിന്റെ കാണ്ഡമാകട്ടെ, വേരുകളാകട്ടെ, എല്ലാം ഉപകാരമുള്ളതാണെന്ന് സഹോദരങ്ങളെ അറിയപ്പെട്ട കാര്യമാണ്. നോക്കൂ, ഈന്തപ്പന വൃക്ഷം അതൊരാൾ നട്ടുപിടിപ്പിക്കുകയും അതിൽ നിന്നും ആളുകൾ പ്രയോജനമെടുക്കുകയും ചെയ്താൽ ആ പ്രയോജനമെടുക്കുന്ന കാലത്തോളം ഈ നട്ടുപിടിപ്പിച്ച ആളുകൾക്ക് അതിൽ പ്രതിഫലമുണ്ട് എന്നാണ്. എന്നാൽ ഇത് കേവലം ഈന്തപ്പന വൃക്ഷത്തിന്റെ കാര്യം മാത്രമല്ല, അതിന്റെ കാര്യം അതിന് കൂടുതൽ പ്രതിഫലമുള്ളത് കൊണ്ടും ആ നാടുകളിൽ കൂടുതൽ ഉള്ളത് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഊന്നി പറഞ്ഞതാണ്. എന്നാൽ മറ്റു ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗറസൻ, ഏതൊരു മുസ്ലിമാകട്ടെ അവനൊരു ചെടി നടുകയാണ്, അവനൊരു വൃക്ഷം നടുകയാണ്, ഔ യസ്റഉ സർഅൻ, അതല്ലെങ്കിൽ അവൻ കൃഷി ഉണ്ടാക്കുകയാണ്, ഫയഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ബഹീമ, എന്നിട്ട് അതിൽ നിന്നും പക്ഷിയോ മനുഷ്യനോ മൃഗങ്ങളോ ഭക്ഷിക്കുന്നു, ഇല്ല കാന ലഹു ബിഹി സദഖ, അത് മുഖേന അവൻ സദഖയല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നില്ല. അത് സദഖയായി അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വൃക്ഷങ്ങൾ നടുക, അതിലുള്ള ആളുകൾക്ക് തണൽ ലഭിക്കുക, ഒരുപാട് യാത്രക്കാർ ആ തണൽ ആസ്വദിക്കുക, ആ യാത്രക്കാർക്ക് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ തണലോ അതുപോലെ തന്നെ അതുകൊണ്ട് ലഭിക്കുന്നതായ
കായികനികളോ മറ്റോ ലഭിക്കുകയാണെങ്കിൽ, അതിൽ പക്ഷികൾ കൊത്തിയെടുക്കുകയാണെങ്കിൽ എല്ലാം സഹോദരങ്ങളെ അത് നട്ടുപിടിപ്പിക്കുന്ന ആൾക്കുണ്ട് എന്ന് പറയുന്നത് സഹോദരങ്ങൾ എത്ര വലിയ പ്രതിഫലാർഹമായ സന്തോഷകരമായ കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അഞ്ചാമത്തെ കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഔ ബനാ മസ്ജിദൻ, അല്ലെങ്കിൽ ഒരു മസ്ജിദ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് മസ്ജിദുകളാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ് മസാജിദുഹാ, നാടുകളിൽ അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവന്റെ മസ്ജിദുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ആ മസ്ജിദുകളിൽ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നിയമങ്ങൾ ആളുകൾക്ക് ഉത്ബോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ചാണ് ആളുകൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിസ്കരിക്കുന്നത്, സുജൂദ് ചെയ്യുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത്, ഇഅ്തികാഫ് ഇരിക്കുന്നത്. അങ്ങനെ എല്ലാ നന്മകളുടെയും പ്രഭവ കേന്ദ്രം ഒരു നാട്ടിൽ മസ്ജിദുകളാണ്. അങ്ങനെയുള്ള മസ്ജിദുകൾ ആരെങ്കിലുമൊക്കെ സഹോദരങ്ങളെ അതുണ്ടാക്കി കൊടുത്താൽ, നോക്കൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ ബനാ മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് മാത്രം ഒരാൾ മസ്ജിദ് ഉണ്ടാക്കിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവനൊരു ഭവനം ഒരുക്കി കൊടുക്കുമെന്നാണ്. അഥവാ സ്വർഗ്ഗം ലഭിക്കാൻ കാരണമാകുകയാണ്. ഒരാൾ അല്ലാഹുവിന് വേണ്ടി മസ്ജിദ് ഉണ്ടാക്കി കൊടുത്താൽ അത് മുഖേന സ്വർഗ്ഗം ലഭിക്കാനുള്ള കാരണമായി തീരുകയാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ്? കാരണം ഈ മസ്ജിദിൽ വെച്ച് ആരാണോ അതിനുവേണ്ടി കാര്യങ്ങൾ തയ്യാറാക്കി കൊടുത്തത്, അതിനുവേണ്ട പരിശ്രമങ്ങൾ നടത്തിയത്, അയാളുടെ പരിശ്രമ ഫലത്താൽ ഒരുപാട് ആളുകൾ ആ മസ്ജിദിലേക്ക് വരുന്നു, അവർ നിസ്കരിക്കുന്നു, അങ്ങനെ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുന്നു, ഖുതുബകൾ കേൾക്കുന്നു, ജുമുഅക്ക് പങ്കെടുക്കുന്നു, ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്നു, ഇഅ്തികാഫ് ഇരിക്കുന്നു, ദിക്ർ ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു. സഹോദരങ്ങളെ, ഇതിനു വേണ്ടി ചെലവഴിച്ച ആളുകൾക്കെല്ലാം ആ പ്രതിഫലത്തിൽ നിന്നുള്ള ഓഹരി ലഭിക്കുമെന്ന് പറയുമ്പോൾ എത്ര വലിയ കാര്യമാണ്. പിന്നീട് അയാൾ മരണശേഷം, അയാളുടെ കാലശേഷവും ആളുകൾ ആ മസ്ജിദുകളിൽ നിസ്കരിക്കുകയാണ്. ചിലപ്പോൾ നൂറ്റാണ്ടുകളോളം ആളുകൾ ആ മസ്ജിദുകളിൽ ഇബാദത്ത് ചെയ്യുകയാണ്. ഈ വ്യക്തിക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എവിടെയെങ്കിലുമൊക്കെ മസ്ജിദ് ഉണ്ടാക്കാനുള്ള ഒരവസരം ലഭിച്ചാൽ നമ്മളതിൽ അത്രയും പെട്ടെന്ന് അതിലേക്ക് അടുത്തു പോകണം. ഇനി നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ലക്ഷങ്ങൾ വരുന്ന ഈ കാലത്ത് എങ്ങനെയാണ് എനിക്കൊരു മസ്ജിദ് ഉണ്ടാക്കാൻ സാധിക്കുക? സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ബനാ മസ്ജിദൻ ലില്ലാഹി കമഫഹത്തി ഖതാത്, ആരെങ്കിലും ഒരു പക്ഷിയുടെ മുട്ടയിടുന്ന ആ കൂടിന്റെ വലിപ്പമുള്ള ഒരു മസ്ജിദ് ഉണ്ടാക്കിയാൽ, ഔ അസ്ഗർ, അതല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ഒരു മസ്ജിദ് ഉണ്ടാക്കിയാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഒരു പക്ഷി മുട്ടയിടുന്ന സ്ഥലത്ത് ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ പോയിട്ട് കൈ പോലും വെക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ എന്താണ് ഈ ഹദീസിന്റെ പൊരുൾ? പണ്ഡിതന്മാർ പറയുകയാണ്, നീ മസ്ജിദിന് വേണ്ടി ചെലവഴിക്കുന്ന അത് നിന്റെ ചെറിയ സംഭാവനകളാണെങ്കിലും ശരി, ആ മസ്ജിദിന്റെ പരിപാലനത്തിന് വേണ്ടി നീ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും ശരി, അതിൽ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്, അത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുക. അതുകൊണ്ട് ഒരു മസ്ജിദിലെ പൂർണ്ണമായി നമുക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനൊരു മുസല്ല നിനക്ക് സാധിക്കുമോ? അതല്ലെങ്കിൽ അതിന് ഇത്ര ഭാഗം നിനക്ക് സാധിക്കുമോ? സഹോദരങ്ങളെ, കാലാകാലം നിന്റെ ഖബറിലേക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് നീ ബുക്ക് ചെയ്യുന്നത്, ഒരു കാര്യമാണ് നീ ഉണ്ടാക്കി വെക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം നമ്മുടെ ഖബറിലേക്ക് എത്തുമെന്ന് പറഞ്ഞ കർമ്മങ്ങളിൽ ആറാമത്തേത് ഔവറസ മുസ്ഹഫൻ, ഒരു മുസ്ഹഫ് ആരെങ്കിലും അനന്തരമാക്കി ബാക്കി വെച്ചാലെന്ന. നീ ജീവിതകാലത്ത് ഓതിയിട്ടുള്ള ഒരു മുസ്ഹഫ് നീ നിന്റെ മരണശേഷം അതോന്നതിന് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. അങ്ങനെ ആ ആളുകൾ അത് വായിക്കുകയാണെങ്കിൽ, ആ ഖുർആൻ പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ജീവിതകാലത്തും നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ മുസ്ഹഫുകൾ നമ്മൾ വാങ്ങിയിട്ട് മസ്ജിദുകളിലേക്കോ ഖുർആൻ പഠിക്കുന്ന ആളുകളിലേക്കോ എത്തിക്കുകയാണ് എങ്കിൽ അത് വലിയ ഖൈറുള്ള കാര്യമാണ്. ആ മുസ്ഹഫുകളിൽ നിന്നും ആരെല്ലാം ഖുർആൻ പാരായണം ചെയ്യുന്നു,
ആരെല്ലാം അത് ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് അടുക്കുന്നു, ഖുർആൻ മനഃപ്പാഠമാക്കുന്നു, അങ്ങനെ എന്തെല്ലാം നന്മകൾ ആ മുസ്ഹഫിലൂടെ ഉണ്ടാകുമ്പോൾ സഹോദരങ്ങളെ അതെല്ലാം അത് നൽകിയ ആളുകൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ എന്റെ വക ഒരു മുസ്ഹഫ് അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ അത് വലിയ നന്മയുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമാണ് കുട്ടി നമുക്ക് വേണ്ടി മരണശേഷം ദുആ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന കുട്ടിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ ഇവിടെ ചിന്തിക്കേണ്ടത് കുട്ടികളുടെ പരിപാലനത്തെ കുറിച്ചാണ്. നമുക്ക് ശേഷം ദുആ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ ജീവിതകാലത്ത് ആ കുട്ടിയുടെ അമാനത്ത് നീ കൃത്യമായി പാലിക്കണം. ആ കുട്ടിയുടെ ദീനിയായ ചിട്ടയിൽ നീ വളർത്തിക്കൊണ്ടുവരാൻ നീ പാലിക്കേണ്ടതുണ്ട്. അതല്ലാതെ നിനക്ക് ലഭിക്കുകയില്ല. നീ കൊടുത്തതല്ലാതെ നിനക്ക് ലഭിക്കുകയില്ല. നീ ആ കുട്ടിയെ ദീനിയായ തർബിയത്തിൽ നീ വളർത്തിയെടുത്തിട്ടുണ്ടോ, ദീനി ചിട്ടകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, എങ്കിൽ നിനക്ക് അതുകൊണ്ടുള്ള നേട്ടം കൺകുളിർമ ദുനിയാവിലുണ്ട്. ശേഷം പരലോകത്ത് ഖബറിന്റെ ജീവിതത്തിൽ മുതൽ ആ കുട്ടി നടത്തുന്ന ഓരോ ദുആകളും ഇസ്തിഗ്ഫാറുകളും നിനക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമായി നിന്റെ ഖബറിലേക്ക് വന്നെത്തുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അശ്രദ്ധരാണോ? അവരുടെ ഭൗതിക കാര്യങ്ങളിൽ മാത്രമാണോ നമ്മൾ ചിന്തിക്കുന്നത്, വ്യാകുലപ്പെടുന്നത്? അവരുടെ ദീനിന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്താണ് ദീനിയായ വിജ്ഞാനം? ഖുർആൻ ഓതുന്ന കാര്യത്തിൽ എന്താണ്? നിസ്കാരത്തിന്റെ കാര്യത്തിൽ എന്താണ്? നമ്മുടെ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും വ്യാകുലപ്പെടേണ്ടതുണ്ട്. അങ്ങനെ പെട്ടിട്ടില്ല എങ്കിൽ ദുനിയാവിൽ സഹോദരങ്ങളെ നേട്ടം ലഭിക്കുകയില്ല. അത് മാത്രമല്ല, ആ കുട്ടിയുടെ അമാനത്ത് നിങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കീഴിലുള്ള, നിങ്ങളുടെ ഭരണത്തിന് കീഴിലുള്ള ആളുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ വീട്ടിലെ ഭരണകർത്താവാണ്. അവന്റെ വീട്ടിനുള്ളിൽ വളർന്നു വരുന്ന അവന്റെ മക്കൾ, അവന്റെ ഭാര്യ, ഇവരെല്ലാവരും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. നിന്റെ അശ്രദ്ധയാണ് അതിന് കാരണമായിട്ടുള്ളത് എങ്കിൽ സഹോദരങ്ങളെ നീ ചോദ്യം ചെയ്യപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് മരണശേഷം ദുആ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ, മക്കൾ ഉണ്ടാകണമെങ്കിൽ ആ കുട്ടിയെ ജീവിതകാലത്ത് അങ്ങനെ പരിപാലിക്കണം. അല്ലാഹുവിന്റെ ദീന് നീ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഇനി നോക്കൂ, നാളെ സ്വർഗത്തിലെത്തുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്തെത്തുന്നുണ്ടാകും. ഉന്നതമായ സ്ഥാനത്തെത്തിയപ്പോൾ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കും, മന്ന ഹാദാ, എങ്ങനെയാണ് റബ്ബേ എനിക്ക് ഇത്ര വലിയ സ്ഥാനം ലഭിച്ചത്? ഞാൻ അത്ര വലിയ അമലുകളൊന്നും ചെയ്യുന്ന ആളായിരുന്നില്ലല്ലോ. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫയുഖാൽ, അപ്പോൾ അവനോട് പറയപ്പെടുന്നത്, ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മകന്റെ ഇസ്തിഗ്ഫാർ കൊണ്ട് നിന്റെ സ്ഥാനം ഉയർന്നതാണ്. നീ മരണപ്പെട്ടതിന് ശേഷവും നിന്റെ മകൻ എപ്പോഴും നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുമായിരുന്നു, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഇസ്തിഗ്ഫാർ കാരണത്താൽ അല്ലാഹുവിന്റെ പാപങ്ങളെല്ലാം പുറത്തു തരികയും ഇസ്തിഗ്ഫാറിലൂടെ ഉന്നതമായ സ്ഥാനം അവൻ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നിസ്സാരമായ കാര്യമല്ല മക്കളുടെ ദുആ, മക്കളുടെ ഇസ്തിഗ്ഫാർ, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകാൻ കാരണമാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് മക്കളുടെ പരിപാലനം അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾക്ക് പൊതുവായി നടത്തുന്ന വഖഫുകളെല്ലാം തന്നെ, പൊതുവായി നമ്മൾ നടത്തുന്ന വഖഫുകളെല്ലാം തന്നെ നമുക്ക് നാളെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അഥവാ മുസ്ലിമീങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി എന്ത് നന്മകൾ നീ ചെയ്താലും ശരി, ആളുകൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു ഇസ്ലാമിക ലൈബ്രറി ഉണ്ടാക്കുന്നു, അതല്ലെങ്കിൽ മദ്രസ കെട്ടിടം നീ ഉണ്ടാക്കുന്നു, നീ വഖഫ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രൂപത്തിൽ എന്തെങ്കിലും നന്മകൾ സഹോദരങ്ങളെ, ഒരു യതീം ഖാന ഉണ്ടാക്കുന്നു, അതല്ലെങ്കിൽ ആ രൂപത്തിൽ അങ്ങനെ നിർദ്ധരായ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ലഭിക്കുന്നതായ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ വഖഫ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ ലഭിക്കുന്ന പ്രതിഫലമല്ല സഹോദരങ്ങളെ, അത് എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം സഹോദരങ്ങളെ അത് നിനക്കുണ്ടാകും. എത്രത്തോളം ഒരു മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒരു പൊതുവായ മഖ്ബറ നീ ഉണ്ടാക്കുന്നു, മുസ്ലിമീങ്ങളെ മറമാടുന്നതിന് വേണ്ടിയിട്ടുള്ള ഖബർസ്ഥാൻ നീ അവർക്ക് വേണ്ടി വഖഫ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ പ്രതിഫലം അത് നിനക്ക് ലഭിക്കും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഹഫറ ലിമയ്യിത്തിൻ ഖബറൻ ഫഅജന്നഹു ഫീ ഉജില ലഹു മിനൽ അജ്രി കഅജ്രി മസ്കനിൻ ഉസ്കിനഹു ഇലാ യൗമിൽ ഖിയാമ. ആരെങ്കിലും മറമാടാൻ വേണ്ടി ഒരു സ്ഥലം, ഒരു
മുസ്ലിമിന്റെ മയ്യത്ത് മറമാടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ആരെങ്കിലും ഒരുക്കി കൊടുത്താൽ അവനൊരു ഭവനം നിർമ്മിച്ചത് കൊടുത്തതുപോലെയുള്ള പ്രതിഫലം നിനക്ക് ഖിയാമത്ത് നാൾ വരെ ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് പൊതുവായി ലഭിക്കുന്ന എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള ജാരിയായ സദഖകൾ അത് എപ്പോഴും നമ്മൾക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള എന്തെല്ലാം നന്മകളുണ്ടോ സഹോദരങ്ങളെ, അത് നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ നമുക്ക് നൽകും. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തൗഫീഖ് നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പറയുന്ന നന്മകൾ അത് കരസ്ഥമാക്കാനും അത് പാഴാകാതെ അത് സൂക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم.